പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാ വിദ്യാർത്ഥികൾക്കും +1 ഓൺലൈൻ അക്കൗണ്ടൻസി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ അക്കൗണ്ടിങ് ഡെഫിനിഷനിലുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ, റിലവൻ്റ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഒബ്ജക്റ്റിവിറ്റി ഇൻ റിപ്പോർട്ടിംഗ് ഉണ്ടാവാൻ, കൃത്യതയുണ്ടാകാൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നൽകുന്നത് കൃത്യമാകാൻ അതിന് ചില സവിശേഷ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നാണ്. ഒന്ന് റിലയബിലിറ്റിയാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷന്, അക്കൗണ്ടിങ് വിവരങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു സവിശേഷ ഗുണമാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന വാക്ക് നമ്മൾ കേട്ടതാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ബയാസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ്സ് ദ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ, വ്യക്തിപരമായ നമ്മുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ അതിലുണ്ടാവാൻ പാടില്ല. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് നിന്ന് മുക്തമാവണം അക്കൗണ്ടിങ് വിവരങ്ങൾ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അക്കൗണ്ടിങ് വിവരങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പാടില്ല എന്നാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ വിശ്വസ്തയോടുകൂടിയായിരിക്കണം കാര്യങ്ങൾ എഴുതി വെക്കേണ്ടത്. അതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്, അക്കൗണ്ടിങ് വിവരങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് റിലവൻസ്. റിലവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, ജസ്റ്റ് ഇൻ ടൈം, സമയത്ത് ഈ അക്കൗണ്ടിങ് വിവരങ്ങൾ ലഭിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 100 കൊല്ലം മുമ്പുള്ള അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ, അക്കൗണ്ടിങ് വിവരങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇന്ന് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പുള്ളത് കിട്ടിയിട്ട് കാര്യമില്ല. ഇക്കൊല്ലത്തെ അക്കൗണ്ടിങ് വിവരങ്ങളാണ് ഇക്കൊല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് വിവരങ്ങൾ കൃത്യമായി സമയത്ത് ലഭിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലവൻസ് എന്നാൽ ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, സമയത്ത് അക്കൗണ്ടിങ് വിവരങ്ങൾ ലഭിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് വിവരങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിലിറ്റി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ടു whom ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ആർക്കാണോ നമ്മൾ ഈ വിവരങ്ങൾ നൽകുന്നത് അവർക്ക് ഈ വിവരങ്ങൾ മനസ്സിലാകണം. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് വിവരങ്ങൾ നൽകുന്നത് മാനേജേഴ്സിനാണെങ്കിൽ മാനേജേഴ്സിന് നമ്മൾ നൽകുന്ന അക്കൗണ്ടിങ് വിവരങ്ങൾ വായിച്ചിട്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4, കമ്പയറബിലിറ്റി. കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേംസ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് വിവരങ്ങൾ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് വിവരങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയണം. താരതമ്യം ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉണ്ടാവണമെങ്കിൽ ഒരേ ഫോർമാറ്റിൽ, ഒരേ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ദ ഫോർമാറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഷുഡ് ബി ദ സെയിം. നമ്മൾ അക്കൗണ്ടിങ് വിവരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ, അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരേ ഫോർമാറ്റിലായിരിക്കണം, ഒരേ കോളങ്ങളായിരിക്കണം. നമ്മളുണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കള്ളികളും വേറെ ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കള്ളികളും ഒരേ രീതിയിലായിരിക്കണം, ഒരേ ഫോർമാറ്റായിരിക്കണം. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, അതുപോലെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും സെയിം ആയിരിക്കണം. നമ്മൾ ടണ്ണിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തിയെങ്കിൽ കിലോയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയ വേറെ ഫേമിൻ്റെ ഇതുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എല്ലാ ഫേമുകളിലും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ അക്കൗണ്ടിങ് വിവരങ്ങൾ കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് വിവരങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നമ്മൾ പഠിച്ചു. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബയാസ് ഉണ്ടായിരുന്നത്, വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത്. റിലവൻസ് പറഞ്ഞാൽ സമയത്ത് ലഭിക്കണം.
അണ്ടർസ്റ്റാൻഡബിലിറ്റി പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ വിവരങ്ങൾ നൽകുന്നത് അവർക്കത് മനസ്സിലാകണം. കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് വിവരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവരുടേതും ഒരുപോലെയുള്ള ഫോർമാറ്റിലും ഒരേ മെഷർമെൻറ്റിലും ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായി നമുക്ക് പഠിക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ് ബിസിനസ് റെക്കോർഡുകൾ എഴുതി വെക്കുക. അത് ബിസിനസ് റെക്കോർഡുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഈ ബിസിനസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം എന്താണ്? മാനേജേഴ്സ് കനോട്ട് റിമെമ്പർ എവരി ട്രാൻസാക്ഷൻ ഓർ എ ഇവൻറ്റ് ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദിയർ ബിസിനസ്. അവരുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന എല്ലാ ഇടപാടുകളും മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർമ്മിക്കാൻ കഴിയില്ല. ആർക്കും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, ഒരു കച്ചവട സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ വിൽപ്പനകളും എല്ലാ വാങ്ങലുകളും കൊടുക്കലുകളും ഒന്നും ഓർത്തു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഇടപാടുകളും മനസ്സിൽ ഓർത്തു വെക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്, എല്ലാം എഴുതി വെക്കണം. അപ്പോൾ ബിസിനസ് റെക്കോർഡിംഗ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. തുടക്കം തന്നെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ് എല്ലാ റെക്കോർഡുകളും കൃത്യമായി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ നിങ്ങൾ ഈ ചിത്രം കാണുന്നുണ്ടാവും. ലോസ് ഓഫ് മെമ്മറി പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് വിവരങ്ങൾ മെമ്മറിയിൽ നമ്മുടെ ഓർമ്മയിൽ മാത്രം സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കത് ഇല പൊഴിയുന്ന പോലെ ആ മെമ്മറി നഷ്ടപ്പെടും. അപ്പോൾ മെമ്മറി ഇത് സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളത് റെക്കോർഡായി എഴുതി വെക്കണം. 2 ഒബ്ജക്റ്റീവ്സ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ലാഭനഷ്ടക്കണക്ക് ഉണ്ടാക്കിയിട്ട് അത് കണക്ക് കൂട്ടലാണ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ലാഭനഷ്ടക്കണക്ക് നോക്കണം. ഓരോ കൊല്ലത്തെ ലാഭനഷ്ടക്കണക്ക് നോക്കിയിട്ട് വേണം മുന്നേറാൻ. എങ്കിലേ അടുത്ത കൊല്ലത്തേക്ക് നഷ്ടം ഉണ്ടെങ്കിൽ നഷ്ടം ഒഴിവാക്കി അടുത്ത കൊല്ലത്തേക്ക് പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ലാഭനഷ്ടക്കണക്ക് നിർബന്ധമാണ് എല്ലാ സ്ഥാപനങ്ങളും, ബിസിനസ് സ്ഥാപനങ്ങൾക്ക്. അതുണ്ടാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ സാമ്പത്തിക അവസ്ഥ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നാണ്. അതൊക്കെ നിങ്ങൾ തുടർന്ന് പഠിക്കും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ 2 സൈഡിൽ, ഒരു സൈഡിൽ അസറ്റും, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ചിത്രത്തിൽ, ഒരു തുലാസിൻ്റെ ഒരു സൈഡിൽ അസറ്റും മറു സൈഡിൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സ്വത്തുക്കളാണ് അസറ്റുകൾ, ബിസിനസ്സിൻ്റെ ബാധ്യതകളാണ് ലയബിലിറ്റീസ്. എപ്പോഴും ബിസിനസ്സിൻ്റെ സ്വത്തുക്കളും ബാധ്യതകളും തുല്യമായിരിക്കും. ഒരു ഭാഗം ഒരിക്കലും കനം തൂങ്ങില്ല. ഏത് ഇടപാട് കഴിഞ്ഞാലും ബിസിനസ്സിൻ്റെ സ്വത്തുക്കളും ബാധ്യതകളും തുല്യമായി തന്നെ നിലനിൽക്കും. അത് നിങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ അസറ്റും ലയബിലിറ്റീസും, സ്വത്തും ബാധ്യതകളും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം. ടു അസർട്ടൈൻ, ബാലൻസ് ഷീറ്റ് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക അവസ്ഥ കണ്ടെത്തുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമാണ്. നാലാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമാണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ഉപയോഗിക്കുന്ന ആളുകൾക്ക്, യൂസേഴ്സ് ആരാന്ന് നമ്മൾ കണ്ടു, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് നമ്മൾ കണ്ടു, എക്സ്റ്റേണൽ യൂസേഴ്സും ഇൻറ്റേർണൽ യൂസേഴ്സ് നമ്മൾ പഠിച്ചു. വൈസ് പ്രസിഡൻറ്റ്, മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സൊക്കെ ഇൻറ്റേർണൽ യൂസേഴ്സാണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് കൺസ്യൂമേഴ്സ്, സപ്ലയേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്,
ഗവൺമെൻറ്, ഇതൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അപ്പോൾ ഈ യൂസേഴ്സിന് ഈ അക്കൗണ്ടിങ് വിവരങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ അക്കൗണ്ടിങ് വിവരങ്ങൾ നൽകുക, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ള അർത്ഥമാണ്. കമ്മ്യൂണിക്കേറ്റിംഗ്, വിവരങ്ങൾ നൽകുക എന്നുള്ളതിന് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ടു യൂസേഴ്സ്, അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ 4ാമത്തെ ലക്ഷ്യം. അപ്പോൾ 4 ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഒന്നുകൂടി പറയാം, 4 ലക്ഷ്യങ്ങൾ. ഒന്ന്, എല്ലാവരും ഒന്ന് പറയും, ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഒരു സ്ഥാപനത്തിൽ ബിസിനസ് റെക്കോർഡുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. 2ാമത്തെ ലക്ഷ്യം കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭനഷ്ട കണക്ക് തയ്യാറാക്കുക. 3ാമത്തെ ലക്ഷ്യം അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. 4ാമത്തെ ലക്ഷ്യം പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്, അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആ വിവരങ്ങൾ നൽകുക, കമ്മ്യൂണിക്കേറ്റിംഗ് ടു യൂസേഴ്സ്. ഈ 4 ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് നോക്കി ശരിക്കും വായിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നൽകുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യുക. ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് 10ൽ 10 മാർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും.